കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. തുഷാരയെ മർദ്ദിച്ചിരുന്നതായി ഭർത്താവ് ചന്തുലാൽ പോലീസിന് മൊഴി നൽകി. ന്യൂമോണിയ ബാധിച്ച തുഷാരയ്ക്ക് മതിയായ ചികിത്സ നൽകിയിരുന്നില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ഓയൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ച തുഷാരയുടെ ഭർത്താവ് ചന്തുലാൽ, ഭർത്തൃമാതാവ് ഗീതാലാൽ എന്നിവർ പോലീസിനെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കുറ്റം സമ്മതിച്ചത്. സ്ത്രീധന തുക ലഭിക്കാത്തതിന്റെ പേരിൽ തുഷാരയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി ചന്തുലാൽ പോലീസിനോട് പറഞ്ഞു. അതേസമയം ന്യൂമോണിയ ബാധിച്ച അവശയായിട്ടും തുഷാരയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിന് കാരണം പ്രതികൾ പറഞ്ഞില്ല. ചന്തുലാലും അമ്മ ഗീതാലാലും വീട്ടിൽ മന്ത്രവാദം നടത്തിയിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തുഷാരയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് മന്ത്രവാദം കാരണമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തുഷാരയുടെ കൊലപാതകം ആസൂത്രിതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു. കഴിഞ്ഞ മാസം 21-നാണ് കരുനാഗപ്പള്ളി സ്വദേശി തുഷാര കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. പോഷകാഹാരക്കുറവ് മൂലം ന്യൂമോണിയ ബാധിച്ചാണ് തുഷാര മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 കുട്ടികളുടെ മാതാവായ 27-കാരിയായ തുഷാരയ്ക്ക് മരിക്കുമ്പോൾ 20 കിലോയിൽ താഴെ മാത്രമായിരുന്നു ശരീരഭാരം. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും പോലീസിനോട് വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1 കൊല്ലം.